ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വെഡിങ് സീരീസിന്റെ പാർട്ട് 2 ആയിട്ടുള്ള നമ്മുടെ അറബിക് നൈറ്റിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ അറബിക് നൈറ്റിന്റെ എല്ലാ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ആക്കിയിരുന്നു. നമ്മുടെ ഗ്രൂമൊക്കെ ഇവിടെ റെഡിയാണ്. നമ്മൾ ഫുൾ ഗ്യാങ് ഓൺ ആയിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ നമ്മുടെ ക്യാമറമാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മൾ കുറെ റീൽസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടെ നമ്മൾ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ ഐറ്റംസ് നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ക്യാമറമാനൊക്കെ എത്തി. അപ്പൊ നമ്മളൊരു എൻട്രി ഒക്കെ പ്ലാൻ ചെയ്യുന്നത് ഈ സ്റ്റേജിന്റെ മേലെ നിന്നാണ്. അപ്പൊ നമ്മൾ സ്റ്റേജിന്റെ മേലിലോട്ട് പോവാണ് ആ ഒരു വീഡിയോ ഷൂട്ടിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ നേരത്തെ റെഡി ആയിട്ട് ഷൂട്ട് എല്ലാം തീർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പരിപാടി 7 മണിക്കാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയത്തേക്ക് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഷൂട്ടിനെല്ലാം കഴിഞ്ഞ് അവിടത്തേക്ക് ചെല്ലാമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കും. അപ്പോൾ വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടും ഒക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. എനിക്ക് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ഞാൻ ഇതിന്റെ ഒരു പാർട്ട് ആയതുകൊണ്ട് വ്ലോഗ് ആരുടെയും കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ കിട്ടിയ ഷോർട്സ് ഒക്കെയാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്കൊരു ഡാൻസ് ഉണ്ടായിരുന്നു, സോ അതിന്റെ പ്രാക്ടീസ് അതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല. അപ്പം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാല്. ഒരു ഒറ്റ ദിവസം കൊണ്ടാണ് പാട്ടും ഡാൻസും എല്ലാം സെറ്റ് ചെയ്തത്. പക്ഷെ എല്ലാം നന്നായിട്ട് തന്നെ വന്നു, മാഷാല്ലാ. ചിലപ്പോ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഒക്കില്ലായിരുന്നു എന്ന് ഞങ്ങൾ വിചാരിച്ചു. എല്ലാവരും അകലെയൊക്കെ ആണല്ലോ, കസിൻസ് ഈ ഒരു തലേന്നാണല്ലോ എല്ലാവരും കണ്ടുമുട്ടുന്നത്. അപ്പൊ ആ ഒരൊറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തത്. എന്തായാലും ഏകദേശം നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഹാളിലേക്ക് പോകാൻ ടൈമായി. അപ്പോൾ 7 o'clock ആകുമ്പോഴാണ് എല്ലാവരെയും വിളിച്ചിട്ടുള്ളത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഹാളിലേക്ക് പോയി. അവിടുത്തെ അറേഞ്ച്മെന്റ്സും സ്റ്റേജും കാര്യങ്ങളെല്ലാം നമ്മൾ സിഗ്നേച്ചർ ഇവന്റ്സ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്കായിരുന്നു കൊടുത്തിരുന്നത്. അവർ അത് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റേജിൽ നമ്മുടെ ഫ്രൂട്ട്സും ഡേറ്റ്സും ചെറുക്കന് കൊടുക്കാനുള്ള മധുരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ റൂമിന്റെ ഒരു എൻട്രി ഉണ്ടല്ലോ, നമ്മൾ എല്ലാവരും വന്നതിന് ശേഷം എൻട്രി ഒരു ജസ്റ്റ് നമ്മളെല്ലാവരും കൂടെ ഗ്രൂമിന്റെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ വിചാരിച്ചത്. സോ അപ്പൊ അതിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചു നേരം അങ്ങനെ എൻഗേജ്ഡായിരുന്നു. മധുരം കൊടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട്സും ഡേറ്റ്സും അതുപോലെ നമ്മുടെ ബ്ലാക്ക് ടീ ആയിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഗ്രൂമിന് ഒരു എൻട്രി, നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഗ്രൂമിന് ഒരു എൻട്രി വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം ഏകദേശം ഹാളൊന്ന് ഫുൾ ആയി കഴിയുമ്പോഴേക്കും വിളിച്ച ആൾക്കാർ ഗസ്റ്റ് ഒക്കെ എത്തി കഴിയുമ്പോഴേക്കും നമ്മൾ ഗ്രൂമിന്റെ എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു 7:30 ആയപ്പോഴേക്കും ഏകദേശം എല്ലാവരും എത്തി. സോ നമ്മൾ നമ്മുടെ എൻട്രി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഗ്രൂമിന്റെ എൻട്രി ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഗ്രൂമിനെ സ്റ്റേജിലൊക്കെ ഇരുത്തി ഇനിയിപ്പോ മധുരം കൊടുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്.
അപ്പൊ ഓരോ റിലേറ്റീവ്സ് ആയിട്ട് വന്നിട്ട് മധുരമൊക്കെ കൊടുത്ത് നമ്മൾ ആ ഫംഗ്ഷൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങളൊരു മുട്ടിപ്പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ ഒരു ഹാഫ് അവറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഡാൻസ് ഉണ്ടായിരുന്നു. എനിക്കിത് ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സോങ്ങിന് കോപ്പിറൈറ്റ്സ് ഉള്ളത് കാരണം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ അതിന്റെ തന്നെ സോങ് അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. സോ എനിക്ക് ആ ഒരു വീഡിയോ ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഡാൻസിന്റെ. ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, കാരണം ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഞാൻ ഇതിന്റെ ഒറ്റയ്ക്കുള്ള വീഡിയോ എന്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാച്ച് ചെയ്യാം. പിന്നെ കുട്ടികളുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പരിപാടിയെല്ലാം നല്ല കളറായിരുന്നു. അപ്പൊ അതിന്റെ റീൽസും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോഴേക്കും ഞാൻ നമ്മുടെ ചാനലിൽ കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും കാണുമ്പോഴേക്കും ബൈ.